ക്ഷണിക്കുകയാണ് സ്റ്റേജിലേക്ക്. ചെസ് നമ്പർ എടുക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ലീഡേഴ്സ് ഉടൻ തന്നെ സ്റ്റേജിലേക്ക് വരണം. ജോസ് വട്ടവയലും ഡാനിയും വട്ടവയലുമാണ്. ഇവരെ ഏറെ സ്നേഹത്തോടെ നമുക്ക് കൈയടിച്ച് സ്റ്റേജിലേക്ക് സ്വീകരിക്കാം. ഇൻചാർജ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുമല്ലോ. ലൈവ് ക്രിബ്. ഗ്രൂപ്പ് ലീഡേഴ്സ് പ്ലീസ് ലിസൺ. ക്രിസ്മസ് പാപ്പ മത്സരത്തിലുള്ള കുട്ടികളും ചെസ് നമ്പർ സ്വീകരിക്കാൻ വരേണ്ടതാണ്. ലൈവ് ക്രിബും ക്രിസ്മസ് പാപ്പ മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടികൾ ചെസ് നമ്പർ സ്വീകരിക്കാൻ വരേണ്ടതാണ്. அந்த சிஸ்டர் இருக்காங்களா, எங்கப்பா? ചെസ് നമ്പർ എടുക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ഇൻചാർജ് ടീച്ചേഴ്സ് മുൻപോട്ട് വരേണ്ടതാണ്. One on the stage.
Gloria, 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 Gloria. La 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 la. താരജാലകം നൃത്തമോടെ കൂട്ടമ
competition. Chess number 201. പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ റെഡി ആയാൽ മതിയാവും. ടീച്ചേഴ്സ് റെഡി ആകണം. മത്സരം ആരംഭിക്കുകയാണ്. ചെസ് നമ്പർ 201 ഓൺ ദി സ്റ്റേജ്. ഒരു പുൽക്കൊടുത്തിതാ യേശുവിൻ തിരുജന്മഗീതമായി നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. 201. യെസ്. ലൈവ് കുറിപ്പ് കോമ്പറ്റീഷനും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ മദർ ട്രീസ പോളിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദെൻ PTA എക്സിക്യൂട്ടീവായി മെമ്പേഴ്സായി ഇവിടെ നിൽക്കുന്ന ഏവരെയും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കടന്നു വരണേ സ്നേഹത്തോടെ. ക്രിസ്മസ് പാപ്പ മത്സരമാണ്. ഇതോടുകൂടി നമ്മുടെ മത്സര ഇനങ്ങൾ അവസാനിക്കും. ക്രിസ്മസ് പാപ്പ മത്സരത്തിൽ തയ്യാറായി നിൽക്കുന്ന ചെസ് നമ്പേഴ്സ് 301, 302, 303. മൂവർക്കും ഒരേ പാട്ടാണ് നൽകുന്നത്. അതിനനുസരിച്ച് നന്നായി ഡാൻസ് ചെയ്യുന്നവരായിരിക്കും മത്സരത്തിൽ വിജയിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ. ചെസ് നമ്പർ ചെസ് നമ്പർ 301. ചേർന്ന് പാടി ഹല്ലേലൂയ 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 സ്വർഗീയ സന്തോഷം
രാജകുമാർ ചേർന്ന് പാടി Hallelujah, hallelujah. Hallelujah, hallelujah. സ്വർഗീയ സന്തോഷം ലോകത്തിലേകുവാൻ സ്വർഗീയ നാഥൻ ഭൂമിൽ വന്നു. രാജാക്കന്മാരുടെ രാജാവിനായി നായകം ഇതിൽ നീയല്ലോ. ആട്ടിടയർക്ക് പുഞ്ചിരിയേകി പാരിലെ രക്ഷകനുണർന്നു. ചെസ് നമ്പർ 303. സ്വർഗീയ നാഥൻ ഭൂമിൽ നിർമ്മലമേറുന്ന സരസുതനായി ഈശോമനായി ബത്ലഹേമിലെ കൊച്ചു പുൽക്കൂട്ടിൽ നാഥൻ ഗുരുനാഥനായി. മാലാഖമാർ ചേർന്ന് പാടി Hallelujah, hallelujah. Hallelujah, hallelujah. സ്വർഗീയ സന്തോഷം ലോകത്തിലേകുവാൻ സ്വർഗീയ നാഥൻ ഭൂമിൽ വന്നു. രാജാക്കന്മാരുടെ രാജാവിനായി നായകം ഇതിൽ നീയല്ലോ. ആട്ടിടയർക്ക് പുഞ്ചിരിയേകി പാരിലെ രക്ഷകനുണർന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനി ജഡ്ജസ് ഓഫീസിന്റെ മുന്നിലായി ക്രമീകരിച്ചിരിക്കുന്ന 3 എക്സിബിഷൻ സെന്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3 ഗ്രൂപ്പിലെയും കുട്ടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ അവിടേക്ക് ചെന്ന് അവിടെയും കൂടെ വിലയിരുത്തൽ നടത്തണമെന്ന് ജഡ്ജസിനോട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇലക്ഷന്റെ ചൂടുമെല്ലാം ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ അതൊന്നും അധികം അലട്ടിയില്ല. ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും മനോഹരമായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ അവസരത്തിൽ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും മദറിനെയും PTA അംഗങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാഫ് സെക്രട്ടറി നൈസ് ടീച്ചറിനെ ഏറെ അധ്യാപകരെ, എത്രയും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവിടെ ഒത്തുചേർന്നിട്ടാണ് ക്രിസ്മസ് എന്നത്. ക്രിസ്മസിനായുള്ള ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്തോഷ നിറവിൽ എല്ലാവരും ഒന്നിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുമായി തോമസ് അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന HM സജീന സിസ്റ്ററിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ഏതൊരു പ്രവർത്തനത്തിനും ഓടിയെത്തുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന PTA പ്രസിഡന്റ് ടെൽസൺ ചേട്ടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MPTA രമ്യ ചേച്ചി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റെല്ലാ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും അതുപോലെ കുട്ടികളുടെ കലാവിരുന്ന് ആസ്വദിക്കാനെത്തിയ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ അധ്യാപകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അതുപോലെ ഈ പരിപാടി ഇത്രയും മനോഹരമാക്കാനായിട്ട് വർണ്ണശബളമാക്കി തീർക്കാനായിട്ട് ഓരോ പരിപാടിക്കും ഒരുങ്ങിയിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു നൈസ് ടീച്ചർ. ഈ സ്കൂളും ഇതിൻ്റെ പരിസരവും ഏറെ പവിത്രമാണെന്ന് നമുക്കറിയാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നാമത്തിൽ സ്ഥാപിതമായ പുണ്യ സ്മരണാർഹനായ ജോണച്ചൻ സ്ഥാപിച്ച നമ്മുടെ ഈ പ്രദേശം ഏറ്റവും ശാന്തവും സുന്ദരവുമാണ്. ഈ അവസരത്തിൽ ദൈവാനുഗ്രഹം ഒരുപാട് നമുക്കുണ്ട്, എപ്പോഴുമുണ്ട്. അതിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു പ്രയർ സോങ്ങിന് വേണ്ടി, ഡാൻസിന് വേണ്ടി ഒരുമിക്കാം. കുട്ടികൾ റെഡിയാണല്ലോ അല്ലേ? ഓക്കെ. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലക ദേവനാദം കേട്ടു ആമോദര. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര. സ്വർണ്ണരാജികൾ വിടരും വാനി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തു കണ്ടു. വർണ്ണരാജികൾ വിടരും വാനി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ
ഡയറക്ടറെ, സിസ്റ്റേഴ്സ്, PTA സ്കൂളിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്റ്റാഫ്, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കേറെ ഭൗതികമായും മാനസികമായിട്ടൊക്കെ സന്തോഷമുള്ള ഒരു കാലമാണ് ഈ ക്രിസ്മസ് കാലം. ഡിസംബർ 1 തൊട്ട് പ്രകൃതി ഇതുപോലെ സുന്ദരമാകുന്ന ഒരു കാലമില്ല. പൂക്കളാലും അതുപോലെ തന്നെ എൻ്റെ നാട്ടിലാണെങ്കിൽ പോലും, ഇവിടെ നല്ല മഞ്ഞുള്ള നാടാണ്, പക്ഷെ എൻ്റെ നാട് കണ്ണൂരാണ്. എങ്കിൽ പോലും ഡിസംബർ ആകുന്ന ഒരു ചെറിയ കോടമഞ്ഞിൻ്റെ സാന്നിധ്യമൊക്കെ കാണാൻ തുടങ്ങും. സുന്ദരമായ ഒരു കാലഘട്ടമാണ് ക്രിസ്മസിൻ്റെത്. ക്രിസ്മസ് എപ്രകാരം സുന്ദരമാകുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഏറെ സൗന്ദര്യം ക്രിസ്മസ് നൽകുന്ന സന്ദേശത്തിന്റെ സൗന്ദര്യമാണ്. ഒരു ദൈവം എത്രമാത്രം ലോകത്തെ സ്നേഹിക്കുമെന്ന് ചോദിച്ചാൽ അത് പല രീതിയിൽ പറഞ്ഞു വെക്കാൻ പറ്റും. പക്ഷേ ക്രിസ്മസ് പറഞ്ഞു വെക്കും, അവനൊരു സാധാരണക്കാരനായി ഒരു കുഞ്ഞു കൊച്ചായി ജനിച്ച് ഭൂമിയിൽ സ്നേഹം കൊണ്ട് ദൈവത്തിന്റെ വലിയ കഥ പറഞ്ഞു. ഒരുപക്ഷെ ഇന്ന് നിരീശ്വരവാദികളുടെ ഇടയിൽ പോലും സന്ദേഹം ഉയർത്തുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുന്നത് എന്ന്. അതിനൊരു ഉത്തരം, ദൈവത്തിന് എങ്ങനെ മനുഷ്യനാകാൻ പറ്റുന്നു എന്നതിനേക്കാൾ ദൈവത്തിന് എന്തോരം സ്നേഹിക്കാൻ പറ്റുമെന്ന ചോദ്യത്തിന് അവൻ കുഞ്ഞതായി നമ്മുടെ ഇടയിൽ വന്ന് അത്രമാത്രം സ്നേഹിക്കാൻ പറ്റും എന്ന ചിന്തയെ പൂർത്തീകരിക്കുമ്പോൾ അതൊരു ഉത്തരവാകും. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്നിവിടെ തീർത്ത വളരെ ഭംഗിയായിട്ടുള്ള കലാപരിപാടികൾ, വളരെ ഭംഗിയായിട്ടുള്ള എല്ലാ നിങ്ങളുടെ കലാപരിപാടികളും വളരെ സുന്ദരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മൈക്കിളിഗിരിയിൽ ഓണത്തിനും ക്രിസ്മസിനും എല്ലാം നടത്തുന്ന കലാപരിപാടികൾ അച്ഛന് നല്ലൊരു ഗൈഡ് കൊടുക്കാവോ? വളരെ ഭംഗിയായിട്ടാണ് മൈക്കിളിഗിരിയിൽ നിങ്ങൾ നടത്തുക. അപ്പോൾ ഈ സ്നേഹത്തെ നമ്മൾ എന്തോരം ഉള്ളിൽ സ്വീകരിക്കുന്നു, അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. ഞാൻ ഈ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഡിസംബർ 25 വരെ നിങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്തമായി ഒരുങ്ങിക്കൊണ്ട് വരണം, ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ട് വരണം. എന്നിട്ട് അതെന്നോട് ഓരോ ആഴ്ചയും പറയണം. അപ്പൊ ഞാനിങ്ങനെ കുഞ്ഞുങ്ങളുടെ 10-15 മക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരോട് ചോദിച്ചു ഓരോ ദിവസം അവർ ഒരുങ്ങിയത് എങ്ങനെയാണ്. അപ്പൊ ഓരോരുത്തർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ മാംസം വർജിച്ചു, അച്ഛാ ഞങ്ങൾ ചോക്ലേറ്റ് വേണ്ടാന്ന് വെച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിലൊരു കുഞ്ഞു കൊച്ച്, ഞാൻ ഇന്നും എന്റെ മനസ്സിൽ ആ കുഞ്ഞിന്റെ പേര് പോലും ഉണ്ട്. ആ കുഞ്ഞിനോട് പറഞ്ഞത്, അച്ഛാ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാനും എൻ്റെ അനിയനും കൂടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറുമ്പ് കടിച്ചെന്നെ. ഉറുമ്പ് കടിച്ചു. ഉറുമ്പ് കടിച്ചപ്പോൾ സാധാരണ ഗതിയിൽ മക്കൾ ഉറുമ്പ് കടിച്ച എന്നാ ചെയ്യാ? എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഉറുമ്പ് കടിച്ച എന്നാ ചെയ്യാ കുഞ്ഞുങ്ങള്? ഉറുമ്പ് എന്താണോ ചൊറിയും. എടാ ഉറുമ്പ് കടിച്ച നീ ഉറുമ്പിനോട് എന്നാ ചെയ്യും? ഉറുമ്പിനെ ചൊറിയോ? ഇല്ല. ഉറുമ്പ് കടിച്ച എന്നാ ചെയ്യും? ക്രൂരനായവനായി കൊന്നുകളയും. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉറുമ്പ് കടിച്ച ഉറുമ്പിനോട് സഹോദര ഇനി മേല കടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു വിടുവോ? ഇല്ല. നിങ്ങൾ പറഞ്ഞ പോലെയാണ് സാധാരണഗതിയിൽ ആരാണെങ്കിലും ഉറുമ്പ് കടിച്ചാൽ ഉറുമ്പിനെ കൊല്ലും. എങ്ങനെയാ കൊല്ലുന്നത്? ചവിട്ടി ഞെരിച്ചു കൊല്ലും. പിന്നെയോ കൈകൊണ്ട് അടിച്ചു കൊല്ലും. വേറെന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരിടത്ത് ചോദിച്ചു, എലിയെ പിടിച്ചാൽ എങ്ങനെയാ കൊല്ലുന്നതെന്ന് ചോദിച്ചപ്പം കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, ഇക്കിളിയാക്കി കൊല്ലുമെന്ന് പറഞ്ഞു. ഇതിൽ വെറൈറ്റി ഉണ്ടോന്ന് അറിയാം. അപ്പൊ ഉറുമ്പിനെ ചവിട്ടിക്കൊല്ലും. അപ്പൊ ഈ കുഞ്ഞ് എന്ത് ചെയ്തു? അന്ന് ഉറുമ്പ് കടിച്ചപ്പോ കൊച്ച് ഉറുമ്പിനെ പയ്യെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു,
ഉറുമ്പേ, ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ക്രിസ്മസിന് വേണ്ടി ഞാൻ ഒരുങ്ങുവാ, പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം ഇതൊരു സ്നേഹത്തിന്റെ സന്ദേശമാണ്. സ്നേഹമുള്ളവരെ, എന്നെ അത് വലിയ ആകർഷിക്കാനുള്ള കാരണം ഈ ക്രിസ്മസിന്റെ സന്ദേശം ലോകമെമ്പാടുമുള്ള വിശാലമായ സ്നേഹത്തിന്റെ സന്ദേശമാണ്. നമുക്ക് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതിന്റെ സന്ദേശമായി നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് സൂക്ഷിക്കാം. ആരോടും പരിഭവമില്ലാതെ, ആരെയും മാറ്റി നിർത്താതെ, ഉണ്ണീശോ സ്നേഹിച്ചതുപോലെ, ദൈവം സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാം. അതുകൊണ്ടാണ് ഉണ്ണീശോ ജനിച്ചു വീണപ്പോ എങ്ങനെയാ, നിങ്ങൾ അവിടെ ടാബ്ലോയിൽ കാണിച്ചു, എങ്ങനെയാ ഉണ്ണീശോ കടക്കുന്നത്? ഉണ്ണീശോ എങ്ങനെയാ കടന്നത്? ഇവനെല്ലാത്തിനും നല്ല ബോധമുണ്ട്. ഉണ്ണീശോ ഇങ്ങനെയാ കടന്നത്, എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ്. നമുക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ പറ്റട്ടെ. ഈ ക്രിസ്മസിന്റെ സന്ദേശം നമുക്ക് അപ്രകാരം സ്വീകരിക്കാം, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരാനും കൂടെ ഞാൻ ഈ അവസരത്തെ ഉപയോഗിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമുക്ക് നല്ലൊരു കൈയടി അച്ഛന് കൊടുക്കാമോ? അടുത്തത് 3-4 ക്ലാസ്സുകാരുടെ ഡാൻസ് ആണ്. കടന്നു വരാം. Mano
ഇവിടെ ഹായ് എല്ലാരും എന്നെ കാണുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? കാണുന്നവരൊക്കെ ഒന്ന് കൈവശിക്കുക. വാ, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ, എല്ലാരും നോക്കി, ഞാൻ നിങ്ങളൊന്ന് കാണട്ടെ. വാ, ഒരു രക്ഷയില്ല. ഇന്ന് നിങ്ങൾ ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളായിരിക്കുന്നല്ലോ. ഒന്ന് ചിരിച്ചേ. ക്രിസ്തുമസിന്റെ സന്ദേശം എന്തെന്നറിയോ? ക്രിസ്തുമസിന്റെ സന്ദേശം ഈ ചിരിയാണ്. കൈതാത്തിട്ട് ക്രിസ്തുമസിന്റെ സന്ദേശം നല്ല ചിരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെനിക്ക് തോന്നുന്നു ഇവിടെ ഈ സ്കൂളിൽ തന്നെ ഒരു വർഷം എത്ര പരിപാടികളുണ്ട്, കുറെ പരിപാടികളുണ്ടല്ലേ. ഈ പ്രാവശ്യം നിങ്ങൾ ഏതൊക്കെ പരിപാടികൾ കൂടി? ഞാൻ തന്നെ ഒരു 3-4 പരിപാടികൾക്ക് വന്നു. ഓണം ഉണ്ടായിരുന്നു ഇല്ലേ, ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ടായിരുന്നു, പിന്നെ എന്തുണ്ടായിരുന്നു, സ്പോർട്സ് മീറ്റ് ഉണ്ടായിരുന്നു, ആർട്സ് ഡേ ഉണ്ടായിരുന്നു അല്ലേ, കുറെ പരിപാടിയിലായിരുന്നു. പക്ഷെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള പരിപാടി ഏതാ? ഉറക്കെ പറ. ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള പരിപാടി ക്രിസ്മസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇത് രക്ഷകനായ ഈശോ പിറന്ന ദിവസമാണ്. രക്ഷകനായ ഈശോ എന്ന് പറയുമ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം തുറന്നു കിട്ടിയ ദിവസം. ഉറക്കെ പറഞ്ഞേ, എന്ത് തുറന്നു കിട്ടിയ ദിവസം? ഉറക്കെ പറ. സ്വർഗത്തിൽ പോകണ്ടേ? പോണം. സ്വർഗത്തിൽ ആരാ ഇരിക്കുന്നേ? ആ, ദൈവം അല്ലേ, യേശു. ദൈവം ഉണ്ടല്ലേ, ദൈവത്തെ കാണണ്ടേ? കാണണോ? ദൈവത്തെ കാണണം. അപ്പൊ ദൈവത്തെ കാണാൻ വേണ്ടി സ്വർഗം മനുഷ്യന് തുറന്നു തന്ന ദൈവവും മനുഷ്യനുമായവന്റെ പേരാണ് പറ ഈശോ. പറ. ആ ഈശോയുടെ ജനനത്തിന്റെ എത്രാമത്തെ വർഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത്? എത്ര വർഷമാണ് ഈശോ ജനിച്ചിട്ട്? ആർക്കെങ്കിലും അറിയാവോ? എത്ര വർഷമാണ് ഈശോ ജനിച്ചത്? ഇതേതാ വർഷം? ഏത് വർഷമാണ് നമ്മളിപ്പോ ജീവിക്കുന്ന വർഷം? 2025 അല്ലേ? അടുത്ത വർഷം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. അതായത് വർഷം 2025 ആണെങ്കിൽ ഈശോയുടെ ജനനത്തിന് ശേഷം 2025 വർഷം. എപ്പൊ ഈശോ ജനിച്ചത് എത്ര വർഷമായി? 2000. അപ്പൊ ഈശോയുടെ എത്രാമത്തെ ബർത്ത്ഡേ ആണ്? 2025 ബർത്ത്ഡേ ആണ്. അടുത്ത കൊല്ലം എത്രാമത്തെ ബർത്ത്ഡേ ആയിരിക്കും? 2026 ബർത്ത്ഡേ ആയിരിക്കും അല്ലേ? അപ്പൊ അതായത് ഈശോയുടെ ജനനത്തോടുകൂടി ചരിത്രം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. പുതിയ
പുതിയ ഒരു വർഷക്രമം ഉണ്ടായി. ആ വർഷക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയൊക്കെ ഈ വർഷം ഫോളോ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ക്രിസ്തു അനുസ്മരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ക്രിസ്തുമസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സമാധാനമാണ്, സന്തോഷമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ആദ്യമേ നിങ്ങളുടെ മുഖത്തുള്ള ഒരു കറയും കളങ്കവും ഇല്ലാത്ത ചിരി, ആ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇത്ര മനോഹരമായിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഞാൻ ആ പുറകിലെ ക്രിബുകളൊക്കെ നോക്കുമായിരുന്നു. ഓരോ ഗ്രൂപ്പുകാരും ഇത്ര ഭംഗിയായിട്ട് നിങ്ങളാണ് ചെയ്തത്. ആണോ? ഒന്നാം ഗ്രൂപ്പുകാരെന്ന് കൈവയ്ക്കുകയെ അങ്ങനെയില്ലേ? ഏതാ? ടോപ്പേഴ്സ് എന്ന് കൈവയ്ക്കുകയെ. ഓ, ടോപ്പേഴ്സ് കൈയടിക്കാം. അവർക്കൊരു കൈയടി. ഗംഭീരം. പിന്നെ എന്താണുള്ളത്? റൂബിക്കാരെന്ന് കൈവയ്ക്കുകയെ. എന്റെ പൊന്നട, സൂപ്പർ. അടുത്തതാരാണ്? സഫയർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് കൈയടിച്ചേ. താങ്ക് യു. ഇനിയിപ്പോ എനിക്ക് വേണ്ടി കൈയടിച്ചില്ലേലും കുഴപ്പമില്ല. നല്ല മനോഹരമായ ഒരു മെസ്സേജ് നമുക്ക് നൽകിയ അച്ഛൻ ഇങ്ങനെ ഒരു കയ്യടി പോരാ. നല്ലൊരു കയ്യടി കൊടുത്തേ. കയ്യടി മാത്രം മതി. ഒന്നുകൂടെ കൈയടിച്ചത്. ഓക്കെ, താങ്ക് യു അച്ഛ. അച്ഛൻ്റെ നല്ല വാക്കുകൾക്കും. അച്ഛൻ പള്ളനാട് സ്കൂളിൽ പോയിട്ട് അവിടുന്ന് നമ്മളെയും കൂടെ കാണാൻ വേണ്ടി ഓടി വന്നതാകട്ടെ. അപ്പോൾ അച്ഛൻ്റെ ആ സാന്നിധ്യത്തിന് ഒത്തിരി നന്ദി. ഓക്കെ, ദെൻ നമുക്ക് UP സെക്ഷൻ കുട്ടികളുടെ ഒരു അടിപൊളി ഡാൻസ് കാണാം. ഇത് സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം. ഗാത്രം പിടഞ്ഞ് കന്യാമേനി നിന്നപ്പോൾ
ബഹുമാനപ്പെട്ട മദറിനെ ഈ ദിവസത്തിന്റെ സന്ദേശത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരി അച്ഛ, തോമസ് അച്ഛ, സിബിൻ അച്ഛ, സിസ്റ്റർ സജീന, PTA പ്രസിഡന്റ് മിസ്റ്റർ ടെൽസൺ, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, പ്രിയ ടീച്ചേഴ്സ്, പ്രിയ കുഞ്ഞുങ്ങളെ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു പുണ്യദിനം കൂടി ആഗതമാകുന്നു. നമുക്കറിയാം, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു പുൽക്കൂട്ടിൽ ശാന്തനായി കിടക്കുന്ന ഒരു ഉണ്ണീശോയ്ക്ക് കാവലിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യോസേപ്പ് പിതാവും, അതോടൊപ്പം തന്നെ ആട്ടിടയന്മാർ, ഒപ്പം ആടുകൾ എല്ലാം ഈശോയെ ഉറ്റുനോക്കിക്കൊണ്ട് ശാന്തമായി ഇരിക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ മനോഹരമായ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് കേക്ക്, സമ്മാനങ്ങള്, കരോൾ ഗാനങ്ങള് എല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആനന്ദത്തിന്റെ ഒരു അലയടി തന്നെയാണ്. നമുക്കറിയാം, ഈ ക്രിസ്മസ് ഡിസംബർ 1-ാം തീയതി മുതൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ വന്നപ്പോഴേക്കും സ്കൂളിന്റെയും മഠത്തിന്റെയും ബാലഭവന്റെയും എല്ലാം ഫ്രണ്ടില് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി ആ ക്രിസ്മസിന്റെ ഓർമ്മ പുതുക്കി സിസ്റ്റർ നല്ല രസമായിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ എല്ലാം ഇങ്ങനെ ഓരോന്ന് പുൽക്കൂട് ഉണ്ടാക്കുന്നത് എല്ലാം നോക്കി നമ്മുടെ സന്തോഷത്തോടെ നടക്കുകയായിരുന്നു. എന്താണ് ക്രിസ്മസ് എന്ന് ചോദിച്ചാല് നമുക്കറിയാം, ഉണ്ണീശോ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുന്ന ദിവസം. അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അച്ഛന്മാർക്കും അല്പം തിരക്കുള്ളത് കൊണ്ട് അവര് ഇവിടുന്ന് പോകണമെന്ന് പറയുന്നു. ഓക്കെ. സ്നേഹമുള്ള അച്ഛ, പ്രിയപ്പെട്ട തോമസ് അച്ഛ, സിബിളച്ച, നിങ്ങളുടെ ഈ സ്നേഹ സാന്നിധ്യത്തിനും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരിപാടികൾ കണ്ട് ഞങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൽ ഒരുപാട് നന്ദി. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. അപ്പോൾ താങ്ക് യു അച്ഛ, താങ്ക് യു. It's a long way to go.
അന്നൊരു നാൾ ബെത്ലഹേമിൽ പിറന്നു വന്നൊരിച്ചു താരകൻ നന്ദി പിറന്നു ആയിരാകെ പ്രഭു ചൊരിഞ്ഞു കണ്ണു ആമുഖത്തിൽ പാടി സ്തുതിച്ചു യേശു പിറന്നു യേശു പിറന്നു പുൽക്കൂട്ടിൽ ദൈവത്തിൻ മുന്നിൽ കിടന്നു യേശു പിറന്നു യേശു പിറന്നു പുൽക്കൂട്ടിൽ ദൈവത്തിൻ മുന്നിൽ കിടന്നു മാനേജർ സിസ്റ്റർ ട്രീസ പോൾ, സ്കൂളിൻ്റെ ഹെഡ് മിച്ചം സിസ്റ്റർ സജീന സിസ്റ്റർ, പിന്നെ ജോയൽ സിസ്റ്റർ, പ്രിയ അധ്യാപകരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വേദിയിലായിരിക്കുന്ന MPTA പ്രസിഡന്റ് രമ്യ ഗോപൻ, അതുപോലെ തന്നെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, നമ്മുടെ ഇവിടെ കുട്ടികൾ ഒരുക്കിയിരിക്കുന്ന ഈ പരിപാടികൾക്ക് മാർക്കിടാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജോസേട്ടൻ ചേച്ചി, മറ്റ് ഇവിടെ കുട്ടികളുടെ കലാപരിപാടികൾ കണ്ടാസ്വദിക്കുവാൻ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു ക്രിസ്മസിൻ്റെയും ഒരു പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഒത്തിരി ആഴ്ചകൾക്ക് മുൻപേ തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കുകയും പ്രാക്ടീസ് എടുക്കുകയും ഒരു വർഷവും മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ സെന്റ് മൈക്കിൾസ് UP സ്കൂൾ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടി ഇത്ര വിപുലമായ രീതിയിൽ ഇവിടെ ആഘോഷിക്കുവാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്ത എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റർ സജീന സിസ്റ്ററിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇതിനെല്ലാം ആഴ്ചകൾക്ക് മുൻപേ തന്നെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുകയും അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്ത ടീച്ചേഴ്സിനെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും ഈ നല്ല ഡാൻസും നല്ല പാട്ടും അതുപോലെ തന്നെ ഉണ്ണീശോയായിട്ടും മാതാവായിട്ടും യൗസപിതാവായിട്ടും എല്ലാം ഇവിടെ അരങ്ങേറിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. 1000 പുൽക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നാലും നമ്മുടെ മനസ്സിൽ ഉണ്ണീശോ പിറന്നില്ലെങ്കിൽ അതിനർത്ഥമില്ല എന്ന് നമ്മളിവിടെ ആദ്യമേ കുട്ടികൾ പാട്ട് പാടിയപ്പോൾ നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ണീശോ പിറക്കണം. പുതിയൊരു ക്രിസ്മസ് ആഘോഷം സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും
ഒരു ദിവസമായിരിക്കണം നമ്മുടെ എല്ലാവർക്കും. അച്ഛൻ ഇവിടെ പറഞ്ഞതുപോലെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കുടുംബങ്ങളെല്ലാം ശിഥിലീകരമായി കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. വൃദ്ധസദനങ്ങൾ കേരളത്തിൽ കൂടി വരുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തകർന്നു വലിയുന്നു. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിനും പുതുതലമുറ വഴിതെറ്റി മാറുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്. അപ്പോൾ കുട്ടികളായ നിങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ സമൂഹത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വലുതാകുമ്പോൾ അതിന്റെ പിറകെയൊന്നും പോകാതെ നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കളായും സമൂഹത്തിന് നല്ലൊരു വ്യക്തിത്വമായും സമൂഹം കെട്ടിപ്പുലർത്തുവാൻ നാളെയുടെ തലമുറകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല വ്യക്തിത്വത്തിന് ഉടമയാകണം. നല്ല രാജ്യം നമുക്ക് സ്വപ്നം കാണണം. നല്ലൊരു ഭരണഘടന നമുക്കുണ്ടാകണം. നിങ്ങളെല്ലാം നാളെയുടെ പൗരന്മാരാണ്. അപ്പോൾ ഈ ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല രീതിയിൽ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സെന്റ് മൈക്കിൾസ് യു.പി. സ്കൂളിൽ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ക്രിസ്മസ് ആഘോഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമുക്ക് നല്ലൊരു കേരള വിഷന്റെ നല്ലൊരു ലൈവ് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ വൈകിട്ട് ഈ കേരള വിഷനിൽ ഈ കാര്യങ്ങളെല്ലാം സംപ്രേഷണം ചെയ്യും. നിങ്ങളെല്ലാവരെയും TV-യിൽ കാണും. അപ്പൊ ഇതുപോലെ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ച സജീന സിസ്റ്ററിനും മറ്റു കാര്യങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷത്തിന് നേതൃത്വം കൊടുത്ത ടീച്ചേഴ്സിനും ഈ പരിപാടി കണ്ടാസ്വദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ടും എന്നെ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ ക്ഷണിക്കുകയും ഇത്രയും നേരം നിങ്ങളോടൊപ്പം ആകുവാനും സാധിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളുടെ പരിപാടികളാണ് കണ്ടതിന് നമുക്ക് ടീച്ചേഴ്സിന്റെ ഒരു അടിപൊളി ഡാൻസോടെ കണ്ട് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. റെഡിയാണോ? നല്ലൊരു കൈയ്യടി കൊടുക്ക്. ടീച്ചേഴ്സ് റെഡി? യെസ്. ഒരു
ഇവിടെ അവസാനിക്കുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങളിന്ന് നടത്തിയതിനൊക്കെ സമ്മാനം വേണ്ടേ? വേണോ? ഓക്കെ, അപ്പൊ ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. ബൈബിളിൽ ഒരു വചനമുണ്ട്, മത്സരത്തിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഒന്നാം സ്ഥാനത്ത് എത്തത്തില്ല എന്ന്. അതുപോലെ തന്നെയാണ് ഇതുപോലെ നിങ്ങൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിധികർത്താക്കളായി ഇവിടെ വന്ന ജോസിയേട്ടനും ചേച്ചിയും പാട്ടിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പറയുകയാണ്, ഏറ്റവും ആദ്യം നടത്തിയ മത്സരം കരോൾ സോങ് മത്സരമായിരുന്നു. അതില് 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ജസ്റ്റ് നമ്പർ 'റൂബി ഹൗസിലെ കുട്ടികൾ ഈ സമ്മാനം വന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ടെൽസൺ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങണം. നിങ്ങൾ ഇവിടെ വന്ന് നിന്നാൽ മതിയോ കേട്ടോ, ഇങ്ങോട്ട് വരിക. കുട്ടികൾ വരിക. റൂബി ഹൗസിലെ കുട്ടികൾ 3ാം സ്ഥാനം. ഓടി വരിക, നിങ്ങൾ നല്ലൊരു കൈയ്യടി കൊടുക്കാം. ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം, ഇതെല്ലാം തട്ടിട്ട് നിങ്ങൾ താഴെ നിന്നാൽ മതി കേട്ടോ. ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി വരും. എത്തിയിരിക്കുന്നത് ടോപ്പാസ് ഹൗസ് ചെസ് നമ്പർ 101. ടോപ്പാസ് ഹൗസ് ചെസ് നമ്പർ 101. ടെൽസൺ ചേട്ടൻ അവിടെ തന്നെ നിൽക്കണം പ്ലീസ്. കരോൾ ഗാന മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ഗ്രൂപ്പാണിത്. ചെസ് നമ്പർ 101 ടോപ്പാസ് ഹൗസ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. നാളുകളേറെയായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് കഷ്ടപ്പാടിനും പ്രാക്ടീസിനും ഒടുവിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു സഫേർ ഹൗസ്. അവിടെ തന്നെ നിൽക്കാവോ, ഞാൻ വിളിക്കുമ്പോ. അടുത്തത് ക്രിസ്മസ് പാപ്പായ്ക്കുള്ള മത്സരമാണ്. 3 ഹൗസിലിനെ പ്രതിനിധീകരിച്ച് ഒരേ പാട്ടിന് ചുവട് വെച്ചുകൊണ്ട് 3 പേര് ഇവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതില് 1ാം സ്ഥാനത്തെത്തിയ ചെസ് നമ്പർ 302 ടോപ്പാസ് ഹൗസ്. 1ാം സ്ഥാനം ടോപ്പാസ് ഹൗസ് 302. ആരായിരുന്നത്? അശ്വിൻ. കൈയ്യടി പോലെ അശ്വിൻ കിടന്ന് നല്ലതുപോലെ കളിച്ചതാണ്. 2ാം സ്ഥാനത്ത് എത്തിയ ചെസ് നമ്പർ 303 റൂബി ഹൗസ്. 2ാം സ്ഥാനം 303 റൂബി ഹൗസ്. 3ാം സ്ഥാനത്ത് എത്തിയത് ചെസ് നമ്പർ 301 സഫേർ ഹൗസ്. ഫെലിക്സ്. അടുത്തത് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി MPTA പ്രസിഡന്റ് രമ്യ ക്ഷണിക്കുന്നു. താങ്ക് യു പ്രസിഡന്റ്. അടുത്തത് ലൈവ് ക്രിബിന്റെയാണ്. ലൈവ് ക്രിബില്
ഒന്നാം സ്ഥാനം നേടിയ ഹൗസ് ചെസ് നമ്പർ 201 റൂബി ഹൗസ്. റൂബി ഹൗസിലെ കുട്ടികൾ എല്ലാവരും ഓടി വന്ന് വാങ്ങാം. ലൈവ് ഗ്രൂപ്പിൽ പങ്കെടുത്ത എല്ലാവരും ചെറിയ കുട്ടികളെ പറഞ്ഞു വിടുക. ഓടി ഓടി വാ. കയ്യടി കൊടുക്കാൻ കേട്ടോ, നല്ലൊരു കയ്യടി കൊടുക്കണം. അടുത്തത് ഓക്കെ, താങ്ക് യു. നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന്റെ അടുത്തോട്ട് സമ്മാനം മേടിച്ചുകൊണ്ട് ചെല്ലുക കേട്ടോ. ഓക്കെ. ലൈവ് ഗ്രൂപ്പില് രണ്ടാം സ്ഥാനം നേടിയ ഗ്രൂപ്പ് ചെസ് നമ്പർ 202 ടോപ്പാസ് ഹൗസ്. ടോപ്പാസ് ഹൗസിലെ കുഞ്ഞു കുട്ടികൾ ഓടി വരിക. ഓക്കെ ടീച്ചേഴ്സ്, ഇവർക്ക് ആ സമ്മാനം വീതിച്ചു കൊടുക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ലൈവ് ഗ്രൂപ്പില് മൂന്നാം സ്ഥാനത്ത് നേടി പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് കേട്ടോ 1, 2, 3 സ്ഥാനങ്ങൾ പോകുന്നത്. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ചെസ് നമ്പർ 203 സഫയർ ഹൗസ്. ഓടിവാ ഓടിവാ. ഡിയർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, നമ്മൾ നാളുകൾ ഏറെയായി ഈ ക്രിസ്മസ് എക്സിബിഷന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ മത്സരം കഴിഞ്ഞപ്പോൾ തൊട്ട് പിറ്റേ വർഷത്തേക്ക് ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതുമാണ്, അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതുമാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട പേരൻസ് ഇവിടെയുണ്ട്. അവരുടെയും ഏറെ അധ്വാന ഫലമാണ് ഈ നമ്മുടെ എക്സിബിഷൻ എന്ന് നമുക്കറിയാം. കുട്ടികളുടെ സഹകരണത്തോടെ ടീച്ചേഴ്സിന്റെ നിരന്തരമായ പുറകെയുള്ള ഓട്ടത്തിലൂടെ ഒടുവിൽ പേരൻസിന്റെ ഉറക്കമില്ലാത്ത രാത്രികളുടെയൊക്കെ ഫലമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന എക്സിബിഷൻ എന്നുള്ള യാതൊരു സംശയമില്ല. ഈ അവസരത്തിൽ വളരെ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് റെഡിയാക്കിയിരിക്കുന്നത്. ഇതിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഗ്രൂപ്പാണ് ടോപ്പാസ് ഗ്രൂപ്പ്, ചെസ് നമ്പർ 503. കയ്യടി പോരാ കേട്ടോ, നിങ്ങളുടെ അധ്വാനത്തിനുള്ള മാർക്ക് നിങ്ങൾക്കുണ്ട്. കയ്യടി പോരാ. ചെസ് നമ്പർ 503. ടോപ്പാസ് ഹൗസിലെ ആളുകൾ വന്ന് സമ്മാനം മേടിക്കണം. സോറി കേട്ടോ, സമ്മാനം അടുത്ത ദിവസം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വെരി വെരി സോറി. സ്നേഹ ബഹുമാനപ്പെട്ട ടെൽസൺ ചേട്ടാ, പ്രിയപ്പെട്ട രമ്യ, സ്നേഹം നിറഞ്ഞ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, ജഡ്ജസായി ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട ചേട്ടാ, ചേച്ചി, എനിക്ക് അത്ര ആത്മബന്ധമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവരെ അങ്ങനെ വിളിക്കുന്നത്. പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, സ്നേഹം നിറഞ്ഞ മീഡിയക്കാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നേ ദിവസം പരീക്ഷയുടെ ഒരു അല്പം വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നാളെ ഒരു പരീക്ഷ കൂടെ ഉള്ളത് കൊണ്ട് എങ്കിലും ഈ ആഘോഷങ്ങൾക്ക് അല്പം പോലും കുറവ് ഇല്ലാത്ത വിധം നിങ്ങൾ വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. നിങ്ങളെ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു കയ്യടി തരികയാണ്. നമുക്ക് നല്ലൊരു കയ്യടി ഈ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാം. ഒപ്പം ഇവിടേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട PTA പ്രസിഡന്റ്
MBTA ഒപ്പം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷം ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കേക്ക് തന്നിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് വിടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നവർക്ക് തന്നെ ഇരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ അഭ്യർത്ഥന കേട്ടോ. ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് അതൊന്ന് റെഡിയാക്കാമോ? 103 ആണ് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ചെസ് നമ്പർ 103 അല്ല കേട്ടോ, 503. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് 502 സഫിയർ ഹൗസ്. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് 501 റൂബി ഹൗസ്. Wow.